അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ കുടുംബങ്ങളിലും പരിസരങ്ങളിലുമെല്ലാം തിന്മകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. വളർന്നു വരുന്ന കുട്ടികൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ചീത്തയായ കാര്യങ്ങളാണ്. സംസാരത്തിലാകട്ടെ, പെരുമാറ്റങ്ങളിലാവട്ടെ, കൾച്ചറുകളിലാവട്ടെ, പിന്തുടരാൻ പറ്റാത്ത പലതും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കെങ്ങനെയാണ് നമ്മളെ കുട്ടികളെയും പേരക്കുട്ടികളെയും നമ്മളുമായി ബന്ധപ്പെടുന്നവരെയും ഏറ്റവും നല്ലവരാക്കി മാറ്റാൻ കഴിയുക? ഈ ഒരു ചിന്ത വളരെ സജീവമായി നാം പരിഗണനയിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികൾ സ്കൂളുകളിലും മദ്രസകളിലും നല്ല കാര്യങ്ങളാണ് അവർ സിലബസിൽ കാണുന്നതും അധ്യാപകരിൽ നിന്ന് പഠിക്കുന്നതും. പക്ഷേ അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പലപ്പോഴും അവരുടെ പരിസരങ്ങളാണ്. അത് നിരീക്ഷിക്കുവാൻ ഉള്ള ഒരു ശ്രദ്ധ കൂടി മാതാപിതാക്കളും ഗുരുനാഥന്മാരും അതിന് സമയം കണ്ടെത്തിയില്ലെങ്കിൽ കാര്യം വളരെ അപകടമാണ്. ചാനലുകൾ, അതുപോലെ ചില തിന്മകൾ തിരികെ കയറ്റിയ പ്രസിദ്ധീകരണങ്ങൾ, അവരെ എല്ലാ ദിവസവും ബന്ധപ്പെടുന്ന ആളുകളുടെ സ്വഭാവ വൈകൃതങ്ങൾ, ഇതെല്ലാം കൂടി ചേരുമ്പോൾ കുട്ടികൾ ചീത്തയാവുകയാണ്. അതുകൊണ്ട് തന്നെ പരിസരങ്ങളെ നിരീക്ഷിച്ച് നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് ഉൾക്കൊള്ളുവാനും സാധിക്കുന്ന ഒരന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ആവശ്യമായിട്ടുണ്ട്. അതിന് ഓരോ കുട്ടിയുടെയും ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ആ കുട്ടിയുടെ മാതാവ്, അല്ലെങ്കിൽ പിതാവ്, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ, അല്ലെങ്കിൽ ഗുരുനാഥൻ, അങ്ങനെ ആവണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ആധുനിക സമൂഹത്തിൽ അനിവാര്യമായിട്ടുള്ളത്. ചീത്തയായ കാര്യങ്ങളിലേക്ക് കുട്ടികൾ അകപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ ഇതുമാത്രമാണ്. നല്ലത് അവർ പഠിക്കണം, നല്ലത് അവർ കാണണം, നല്ലത് അവർ കേൾക്കണം. അതിന് പറ്റിയ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് മാതാപിതാക്കളുടെ മനഃപൂർവമായ ശ്രദ്ധ വേണം. എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കുട്ടികളെ ഞാൻ ശ്രദ്ധിക്കും എന്ന ആ ഒരു കൺസെപ്റ്റല്ല, മറിച്ച് മനഃപൂർവം ഞാൻ എൻ്റെ കുട്ടിയെ നിരീക്ഷിക്കട്ടെ. ആരുമായുള്ള ബന്ധത്തിലൂടെയാണ് അവന് നല്ലത് ലഭിക്കുക. ആ നന്മകൾ ലഭിക്കാനുള്ള ചാൻസുകൾ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സഫർ മാസം കഴിയുമ്പോൾ റബീഉൽ അവ്വൽ വരികയാണ്. റബീഉൽ അവ്വലോടുകൂടി ഒരു നല്ല ചാൻസ് തുറന്നു കിട്ടുകയാണ്. ലോകത്ത് എല്ലാ നാടുകളിലും റബീഉൽ അവ്വലായാൽ അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാനും ആ നേതാവിനെ പറ്റി പറയാനും ആ നേതാവിനെ പരിചയപ്പെടാനും പരിചയപ്പെടുത്താനുമുള്ള വാതിലുകൾ തുറക്കുകയാണ്. വീടുകളിലും സ്ഥാപനങ്ങളിലും പാഠശാലകളിലുമെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച തിരുനബിയുടെ ജീവിതമാണ്. ആ ജീവിതത്തെ ഏതൊരു വ്യക്തിക്കും ഇഷ്ടപ്പെടാൻ സാധിക്കും. കാരണം അത്രയും നന്മകൾ നിറഞ്ഞ ജീവിതമാണ്. ആ ഒരു സന്ദർഭം ശരിക്കും ഉപയോഗപ്പെടുത്തിയാൽ, ഏറ്റവും നല്ല വ്യക്തികളോട് സ്നേഹമുണ്ടായാൽ, ബഹുമാനമുണ്ടായാൽ, അവരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു രീതി മാതാപിതാക്കളിലും ഗുരുനാഥന്മാരിലും ഉണ്ടായാൽ കുട്ടികളിലും ബഹുമാനിക്കണം എന്ന ചിന്ത രൂപപ്പെടുകയും അങ്ങനെ ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി ഈ സന്ദർഭങ്ങൾ നാം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളെ ഇഷ്ടപ്പെടുന്ന, നന്മകൾ കേൾക്കാനും അത് പറയാനും പ്രചരിപ്പിക്കാനും സാധിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.